തറ പറ്റിച്ചു. അതിൽ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള UDFന്റെ പ്രവർത്തകനായിരുന്നു ഞാൻ. ആറ്റിങ്ങലിൽ പരാജയപ്പെട്ടത് വി മുരളീധരനാണെങ്കിൽ തിരുവനന്തപുരം പരാജയപ്പെട്ടത് രാജീവ് ചന്ദ്രശേഖറാണ്. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് അതൊക്കെ നിങ്ങൾ പലപ്പോഴും പാർലമെന്റിലൊക്കെ ജയിക്കും, പക്ഷെ പഞ്ചായത്ത് വരത്തെ ഞങ്ങൾ കാണിച്ചു തരാം. എന്താ കാണിച്ചു തന്നത്? 943 പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 525 പഞ്ചായത്തുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്ത അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ എത്രയോ പേർ പ്രസിഡന്റുമാരും മെമ്പർമാരുമാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഒരു വലിയ വനിതാ മുന്നേറ്റം തന്നെ ഉണ്ടായി. കണ്ണൂർ കോർപ്പറേഷൻ നമ്മുടെ തട്ടകമാണ്, നാം തൂത്തുവാരി. കോഴിക്കോട് പോലും LDFന് ഭൂരിപക്ഷമില്ല. 50-60 വർഷക്കാലമായി ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ് കോർപ്പറേഷൻ. കൊല്ലം കോർപ്പറേഷന്റെ കഥ നേരത്തെ നമ്മുടെ MP പറഞ്ഞു, പ്രേമം പറഞ്ഞു. 40 വർഷത്തെ ചരിത്രത്തിൽ കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചു. തൃശ്ശൂരും എറണാകുളവും UDFന്റെ തട്ടകങ്ങൾ തിരിച്ചു പിടിച്ചു. തിരുവനന്തപുരത്ത് നമ്മുടെ നില 100% മെച്ചപ്പെടുത്തിയെങ്കിലും ആളുകൾക്ക് ഈ ഭരണമെന്ന് മാറ്റണം എന്നുള്ളത് കൊണ്ട് അവിടെ കയറി നിന്ന BJP ഒന്ന് ജയിച്ചു, അത്രയേ ഉള്ളൂ. 55 സീറ്റിൽ നിന്നും 29 സീറ്റിലേക്ക് അവിടെ താഴോട്ട് പോയി. ഞാൻ നീട്ടുന്നില്ല, നേതാക്കന്മാരെല്ലാം എത്തിക്കഴിഞ്ഞു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വിജയക്കൊടി പാറിച്ച ഐക്യജനാധിപത്യ മുന്നണി ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിൽ അധികാര സ്ഥാനത്തേക്ക് എത്താൻ പോവുകയാണ് എന്ന സന്ദേശമാണ് ഈ പുതുയുഗ യാത്ര ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ പരീക്ഷയിലും പാസ്സായി കഴിഞ്ഞു, എല്ലാ ടെസ്റ്റുകളും പാസ്സായി കഴിഞ്ഞു, എല്ലാ മത്സരങ്ങളും ക്വാർട്ടറും ഫൈനലും എല്ലാം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായി. ഇനി വരാൻ പോകുന്ന ഫൈനലിലും നമ്മൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ പോവുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അധികാരത്തിന്റെ കപ്പടിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയായിരിക്കും എന്ന് പ്രഖ്യാപിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ തട്ടകങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി നമുക്ക് ഓർമ്മയുണ്ട്. ബംഗാളികളെ കൊണ്ട് ഇപ്പൊ മുദ്രാവാക്യം പഠിപ്പിക്കുന്നത് കണ്ണൂരല്ലേ കണ്ടത് അല്ലേ? ധർമ്മടത്ത് പാവപ്പെട്ട ബംഗാളികളെ കൊണ്ട് അവരും നമ്മുടെ പാർട്ടിയിൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല, അവർ നമ്മുടെ നാട്ടുകാരല്ലേ. പക്ഷെ വിളിച്ചുകൊണ്ട് വന്ന് മുദ്രാവാക്യം പഠിപ്പിക്കുന്നതും കൂടി ഏതോ CPM-കാരൻ തന്നെ ആയിരിക്കുമല്ലോ റെക്കോർഡ് ചെയ്തത്. അതാണ് CPM-ലെ സ്ഥിതി. ബംഗാളിലെ സ്ഥിതി, ഞാൻ ഈയിടെയും ബംഗാളിൽ എപ്പോഴും ബംഗാളിൽ പോകുന്ന ഒരാളാണ്. ഇപ്പോഴും CPM ഭരിച്ചതിന്റെ ആഘാതം ബംഗാളിൽ തീർന്നിട്ടില്ല. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, CPM അവിടെ ഇല്ല. CPM-ന് അസംബ്ലിയിൽ 34 വർഷം ഭരിച്ച ബംഗാളിൽ CPM-ന്റെ അംഗസംഖ്യ 0. ത്രിപുരയിൽ കോൺഗ്രസുമായി ചേർന്ന് BJP-ക്കെതിരെ പൊരുതാൻ വേണ്ടി ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് കൊണ്ട് അവിടെ 10-12 സീറ്റ് CPM-ന് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിനാണ് കൂടുതൽ സീറ്റ്. കോൺഗ്രസിന്റെ കൊടിയോടൊപ്പം കൂട്ടിക്കെട്ടിയിട്ടില്ലെങ്കിൽ ബംഗാളിലും കൽക്കട്ടയിലും CPM-കാരന് ഇറങ്ങി റോട്ടിൽ നിൽക്കാൻ പോലുമുള്ള സാഹചര്യമില്ല. ത്രിപുരയിലെ സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങളൊരു ഹോൾ മീറ്റിംഗ് നടത്തിക്കൊള്ളാം, പൊതുയോഗം നടത്താൻ പറ്റില്ല, കാരണം BJP-ക്കാർ സമ്മതിക്കില്ല. കേരളത്തിലും CPM-നെ കാത്തിരിക്കുന്നത് അത്തരം ഒരു ദുരന്തമായിരിക്കുമെന്ന് നല്ല CPM-കാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ CPM നന്നാവുന്ന വല്ല ലക്ഷണവും ഉണ്ടോ? CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളർന്നത് രക്തസാക്ഷികളുടെ ആ രക്തസാക്ഷിത്വം കൊണ്ടാണ്. കയ്യൂരിലും കരിവള്ളൂരിലുമെല്ലാം, ഈ കണ്ണൂർ ജില്ലയിലും
ഇപ്പോൾ നമ്മൾ വടകര പാർലമെന്റ് എന്ന് പറയുന്ന പ്രദേശത്തുമായി 50-ലധികം ആളുകൾ പോലീസ് വെടിവെപ്പിൽ മരിച്ചിട്ടുണ്ട്. 48-51 കാലഘട്ടത്തിൽ 4 പേർ തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്. കയ്യൂരിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മണിയംകുന്നിൽ, പാടിക്കുന്നിൽ, കയ്യൂരിൽ, കരിവള്ളൂരിൽ എല്ലാ രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉറക്കെ വിളിച്ചു പറയാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകാം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും രക്തസാക്ഷിക്ക് കൊടുക്കേണ്ട ഫണ്ട് മോഷ്ടിച്ചു എന്നൊരാരോപണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പൊ പയ്യന്നൂര് നടന്നിട്ടുള്ളത്. CPM-ന്റെ പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറി തന്നെ കണക്ക് പുസ്തകം അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ഇവിടെ മോഷണം നടന്നിരിക്കുന്നു, ഫണ്ട് കട്ടിരിക്കുന്നു. CPM-ന്റെ തകർച്ചയുടെ അന്ത്യയാത്രയുടെ ആരംഭം കുറിച്ചിരിക്കുകയാണ് പയ്യന്നൂരിൽ. ഞാൻ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ വ്യക്തിപരമായി എതിർക്കാനോ അനുകൂലിക്കാനോ ഉള്ളത് അവരുടെ കാര്യമാണ്, സംഘടനാ കാര്യമാണ്. പക്ഷേ രക്തസാക്ഷി ഫണ്ടടക്കം മോഷ്ടിച്ച് അത് ദുർവ്യയം ചെയ്തു എന്ന പാർട്ടിക്കകത്തു നിന്ന് അഭിപ്രായം വന്നപ്പോൾ എന്താ ചെയ്തത്? പറഞ്ഞാളെ പുറത്താക്കി. MN വിജയൻ സാറിന്റെ മാഷയുടെ ഒരു പ്രഖ്യാതം വളരെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ ഒരു വർത്തമാനമുണ്ട്. ഒരു അധ്യാപകനോടൊരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചു. അധ്യാപകൻ ആ കുട്ടിയെ പുറത്താക്കി. പക്ഷേ വിജയൻ മാഷ് തലശ്ശേരിയിൽ വെച്ചാണ് പറഞ്ഞത്, ചോദ്യം ചോദിച്ച കുട്ടിയെ പുറത്താക്കിയാലും ചോദിച്ച ചോദ്യം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ചോദിച്ച ചോദ്യം കണ്ണൂരിലെ CPM-ന്റെ ക്ലാസ് മുറിക്കകത്തൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. ഗോവിന്ദൻ മാഷ് ജാഥ പോകുന്നുണ്ട്. പക്ഷേ ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കിക്കൊള്ളണം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മാഷുടെ തട്ടകമായ തളിപ്പറമ്പിൽ പോലും CPM-ന് ഭൂരിപക്ഷമില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കവർച്ച സംഘം ശബരിമലയിലോ അവിടെ ജയിലിലായാലും പുറത്താക്കില്ല. ഇവിടെ കണക്ക് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ പുറത്താക്കും. ശബരിമലയിൽ 3 മാസം ജയിലിൽ കിടന്നാലും, സ്വർണം മോഷ്ടിച്ചതിന് ജയിലിൽ കിടന്നാലും പുറത്താക്കില്ല. ഇതാണ് CPM-ലെ പുതിയ ന്യായീകരണങ്ങൾ. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി നാം മുന്നോട്ട് പോവുകയാണ്. വ്യക്തമായ ഒരു അജണ്ട, ഒരു മാനിഫെസ്റ്റോ നമ്മൾ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭരണം വാർഡിനെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ ഗ്രാമ സ്വരാജ് ഉണ്ടാക്കുവാനുള്ള പ്രതിജ്ഞാബദ്ധമായ പരിപാടികളുമായി നാം മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, ഇനി പ്ലാനിംഗ് ബോർഡിനെയും പ്ലാൻ ഫണ്ടിനെയും കാത്തു നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേരളത്തിന് കിട്ടുന്ന ആകെ സ്വന്തം നികുതി വിഹിതം, സ്റ്റേറ്റ് ഓൺ ടാക്സ്, ആ സ്റ്റേറ്റ്സ് ഓൺ ടാക്സിന്റെ ഇത്ര ശതമാനം ഞങ്ങൾ വികസന ഫണ്ടായി കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളിവിടെ പ്ലാൻ മുഴുവൻ വെട്ടിക്കുറച്ച് പഞ്ചായത്തിന്റെ അധികാരങ്ങൾ വെട്ടിക്കളഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്ലാൻ മുഴുവൻ വെട്ടിക്കളഞ്ഞു. പട്ടികജാതിക്കാരുടെ മാത്രം ഫണ്ട് 625 കോടി ഉറുപ്പിക വെട്ടിക്കളഞ്ഞു. പട്ടികവർഗത്തിന്റെ 100 വെട്ടിക്കളഞ്ഞു. അതുകൊണ്ട് സ്നേഹിതന്മാരെ, വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പുതിയ വ്യവസായങ്ങൾ, പുതിയ കാലഘട്ടത്തിന്റെ, പുതിയ യുഗത്തിന്റെ ഒരു വരവാണ് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ പുതുയുഗയാത്ര എന്ന് പേരിട്ടിരിക്കുന്നത്. നമ്മൾ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും പറയുന്നു, നമ്മുടെ റെക്കോർഡുകൾ നിലനിർത്തിക്കൊണ്ട് പറയുന്നു, 5 അല്ല, അടുത്ത 10 വർഷം, ഇപ്പൊ LDF ആണ് ഭരിച്ചതെങ്കിൽ അടുത്ത 10 വർഷം ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചാൽ കേരളം
ലോകത്തെ ഏറ്റവും നല്ല ഒരു പ്രദേശമായി, ഒരു സംസ്ഥാനമായി മാറ്റിയെടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് കാട്ടുമൃഗങ്ങളെ പേടിച്ചോടുന്ന കർഷകൻ സണ്ണി ജോസഫാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, മണ്ണെണ്ണയിലല്ല വെളിച്ചെണ്ണയിൽ വറക്കും കയറി വരുന്ന പന്നിയെ വെടിവെച്ചിട്ട്. ഇപ്പോ ഇന്നലെ ഒരു ശശീന്ദ്രൻ ഒരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, പന്നി നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ വെടിവെക്കാം, പക്ഷെ പന്നിയോട് ചോദിച്ചിട്ട് വേണോ. എന്തായാലും പന്നിയോട് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പന്നികളോട് എനിക്ക് വിരോധമൊന്നുമില്ല, പന്നി നമ്മളെ പോലൊരു മൃഗമല്ലേ. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്ന് വിള നശിപ്പിച്ചാൽ ഒരു മനുഷ്യനെ പോലെ, ഒരു മനുഷ്യനാണെങ്കിൽ പോലും സെൽഫ് ഡിഫൻസിന് വേണ്ടി പ്രതിരോധിക്കാൻ നമുക്ക് അധികാരമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ. എന്നെ കുത്തിക്കൊല്ലാൻ ഒരാൾ വന്നാൽ എനിക്ക് അയാളെ ആ കത്തി വാങ്ങി കുത്താം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ മരിച്ചാൽ അതിൽ കുറ്റമില്ല. സെൽഫ് ഡിഫൻസ് ഒരു കുറ്റമല്ല. മൃഗങ്ങൾ കയറി വന്ന് പാമ്പും പന്നിയും കാട്ടും അതുപോലെ തന്നെ കാട്ടുപോത്തും എൻ്റെ വീട്ടിൽ കയറിയാൽ ഈ മൃഗങ്ങളുടെ എല്ലാം ലയബിലിറ്റി ഗവൺമെന്റിനാണ്. വൈക്കാരിയസ് ലയബിലിറ്റി എന്ന നിയമത്തിൽ പറയുന്ന, നിങ്ങൾ വാർഡനായിട്ടുള്ള, ഗവൺമെന്റ് വാർഡനായിട്ടുള്ള വന്യമൃഗങ്ങൾ എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൽ വന്നാൽ, എൻ്റെ മുറ്റത്ത് വന്നാൽ, എൻ്റെ വീട്ടകത്ത് വന്നാൽ അതിനെ കൈകാര്യം ചെയ്യാൻ കർഷകർക്ക് അവകാശം കൊടുക്കുന്ന നിയമങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുവരുമെന്ന് ഇതിനകം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ന് കോളേജുകളിൽ കുട്ടികൾ, പണ്ട് സ്കൂളിലാണ് കുട്ടികളില്ലാതിരുന്നത്, തെക്കൻ കേരളത്തിൽ കോളേജുകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. കോളേജുകളിൽ ക്ലാസ് മുറി കുട്ടികളില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കാൻ കുട്ടികൾ പോകുന്നില്ല. പല ക്ലാസ്സുകളും അടച്ചുപൂട്ടിയിരിക്കുന്നു. ആ സ്ഥിതി അവസാനിപ്പിക്കണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകളാകുന്നു. പോളിടെക്നിക്കുകൾ തുടങ്ങി നടത്താത്തതുകൊണ്ട് IT നടത്തുന്നു, എന്തെങ്കിലും നടത്താൻ വേണ്ടി. ഇവിടെ 4 സോപ്പി സാഹിബ് ഇവിടെ ഇരിക്കുന്നു. സോപ്പി സാഹിബ് ഇവിടെ ഇരിക്കുകയാണ്. എത്രയോ കോളേജുകൾ കേരളത്തിന്റെ മണ്ണിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും മെഡിക്കൽ കോളേജുകളുടെയും മറ്റ് നിരവധി സ്വാശ്രയ കോളേജുകളുടെയും ഒരു ഘോഷയാത്രയ്ക്ക് തുടക്കമിട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ ശാന്തനായിട്ടിരിക്കുന്നത്. ഇന്നത് മുഴുവൻ ഈ ഗവൺമെന്റിന്റെ കാലത്ത് പൂട്ടുന്ന ഒരവസ്ഥയുണ്ടായി. ഞാൻ നീട്ടി പറയുന്നില്ല. എന്തായാലും ശരി, നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പോൾ പരിയാരം കോളേജിന്റെ തന്നെ സ്ഥിതി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അറിയാം. ആശുപത്രികളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശവത്തിന്റെ മൂക്കിൽ വെക്കാനുള്ള പഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള ആ പോരാട്ടം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ കാസർഗോഡ് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയ മുഴുവൻ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും കണ്ണൂർ നിവാസികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനം. പ്രിയമുള്ളവരെ, ഒരുപാട്